നിങ്ങളൊരു 10 പൈലറ്റുമാരെ വിളിച്ചിട്ട് ഇവരെ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേർക്കും 10 പ്രൈസ് ആയിരിക്കും ടെക്നിക്കലി പറയാനുള്ളത്. ഇതിൽ ഒരു CPL ലൈസൻസ് മാത്രമല്ല, ഇതിലൊരു ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനീഷ്യലി എടുക്കുന്നത് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, പിന്നെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, അത് കഴിഞ്ഞ് CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഇത് കൂടാതെ ഇതിൽ കുറേ റൈറ്റിങ്സുകളുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് റൈറ്റിംഗ്, കാരണം ഇതുവരെ വിഷ്വൽ ഫ്ലൈയിങ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും, പുറത്തേക്ക് റെഫറൻസ് നോക്കിയിട്ടായിരിക്കും ഫ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിംഗ് എടുക്കണം. മൾട്ടി എഞ്ചിൻ ഇനീഷ്യൽ ട്രെയിനിങ് എല്ലാം സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിലായിരിക്കും, ഇവരൊരു ഡബിൾ എഞ്ചിൻ ഫ്ലൈറ്റിൽ ചെയ്യണം. അപ്പോൾ അവരെന്തൊക്കെ ട്രെയിൻ ചെയ്തു അതിനനുസരിച്ചിട്ടാണ് ഈ CPLൻ്റെ കോസ്റ്റ് വേരീസ് ആണ്. ഏത് രാജ്യത്ത് അവർ ട്രെയിൻ ചെയ്തു ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ബേസിക്കലി ഇൻ ആൻ ആവറേജ് ഇന്ന് ഒരു CPL എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 70-75 ലക്ഷം രൂപ വരെ വരുന്ന രാജ്യങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ആണ് വേർ യു ആർ ഗെറ്റിംഗ് ട്രെയിൻ.